അപ്പോൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മസാലപ്പുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാലപ്പുട്ടിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാലപ്പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഊണിനുള്ള പരിപാടികളൊക്കെ തുടങ്ങി. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, തോരൻ വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വയലറ്റ് കളറിലെ പയറാണ്. അതും സവാളയും കൂടി ഇട്ട് ഒരു തോരൻ വെച്ച്. ഈ പയർ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഈ വയലറ്റ് കളറിലെ പയർ. ഇത് ഞങ്ങളുടെ പ്ലാവിലെ അവസാനത്തെ ചക്കയാണ് കേട്ടോ. പ്ലാവ് മുറിച്ച് ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഒടിഞ്ഞ് വീണാലോ, അപ്പുറം ഇപ്പുറം ഒക്കെ വീട്, മതിൽ, തെങ്ങ് എല്ലാം ഉണ്ട്. അങ്ങനെ ഒടിഞ്ഞ് വീണാലോ എന്ന് വെച്ച് പ്ലാവങ്ങ് മുറിച്ചു കേട്ടോ. അപ്പോൾ ഇത് അവസാനത്തെ ചക്കയാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് ഒരല്പം എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ച് അതെടുക്കുന്നത്. നമുക്ക് ഇതിൽ നിന്നൊക്കെ എടുക്കാനൊക്കെ നല്ല എളുപ്പം, നല്ല ടേസ്റ്റുള്ള ചക്കയായിരുന്നു. അങ്ങനെ ഒരു എരിശ്ശേരി ഉണ്ടാക്കി. പിന്നെ കുറച്ച് ഉണക്കമീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വെച്ചത് വറുത്തെടുക്കാമെന്ന് വെച്ചാൽ അതും വറുത്തു. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉണക്കമീൻ വറുത്തെടുക്കുമ്പോൾ സവാളയും കൂടെ നീളത്തിൽ കട്ട് ചെയ്ത് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടെ വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത് ഈ ഉണക്കമീൻ അതിൽ തട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ ആ സവാള, ആ ഉള്ളി അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഉണക്കമീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്യണം. കാരണം എന്തെന്ന് വെച്ചാൽ അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂട് കേട്ടോ. വെള്ളം കുടിക്കുന്നുണ്ട്, മുഖം കഴുകുന്നുണ്ട്, ഫാനിൻ്റെ മുട്ടിൽ നിൽക്കുന്നുണ്ട്, ഒരു രക്ഷയുമില്ല. അങ്ങനെ പെട്ടെന്ന് എല്ലാ പരിപാടികളൊക്കെ തീർത്തു. അപ്പം നമ്മുടെ ഊണിനുള്ള കാര്യങ്ങളെല്ലാം ആയി. ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഊണ് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഊണൊക്കെ എടുത്തിട്ടുണ്ട്, ചോറെടുത്തിട്ടുണ്ട്, ചക്ക എരിശ്ശേരി, തോരൻ, ഉണക്കമീൻ, അച്ചാറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.